ഹിറോമി ഗോട്ടോയുടെ ദ ബോഡി പൊളിറ്റിക് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഈ കാണുന്ന ഹിറോമി ഗോട്ടോ ഒരു ജപ്പാനീസ് കനേഡിയൻ പോയറ്റാണ്. ജപ്പാനിൽ നിന്നും കാനഡയിലേക്ക് കുടിയേറി പാർത്ത ഒരു ഇമിഗ്രൻ്റ് ആണ് ഹിറോമി ഗോട്ടോ. അവിടെ വെച്ചിട്ട് ഹിറോമിക്ക് അനുഭവിക്കേണ്ടി വന്ന വംശീയ വിവേചനത്തിനെ കുറിച്ചാണ് ദ ബോഡി പൊളിറ്റിക്കിൽ പറയുന്നത്. ഹിറോമി ഗോട്ടോ ആദ്യം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോട്ടോ അനുഭവിക്കേണ്ടി വന്ന വംശീയ വിവേചനം എവിടെ വെച്ചിട്ട്? കാനഡയിൽ വെച്ചിട്ട്. കാരണം ഹിറോമി ഗോട്ടോ ഒരു ജപ്പാനിയാണ്. ഈ ജപ്പാനികളുടെ കണ്ണിനൊരു പ്രത്യേകത ഉണ്ട്, അവരെ കൺപീലികൾ ഉള്ളിലോട്ടേക്കായിരിക്കും. അപ്പോൾ അതിനെ വെച്ചിട്ട് ഒരു വിവേചനവും മാത്രമല്ല, മൊത്തത്തിൽ തന്നെ കുടിയേറി പാർത്തവരോടുള്ള ഈ വെള്ളക്കാരുടെ ഈ തരത്തിലുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അഥവാ വംശീയ വിവേചനം, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ പോയത്തിൽ ഉടനീളമായിട്ട് ഹിറോമി ഗോട്ടോ പറഞ്ഞു തരുന്നത്. ശരീരത്തിൻ്റെ കളറും അഥവാ പിന്നെ ശരീരത്തിൻ്റെ ഷേപ്പും അതേപോലെ തന്നെ വംശവും എല്ലാം ഈ ആൾക്കാരെ വിവേചനം ആക്കി നിർത്തുന്നുണ്ട്. അതിനാണ് ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഘടനകൾ വെച്ചിട്ടും നമ്മുടെ കളറ് വെച്ചിട്ടും നമ്മുടെ വംശം വെച്ചിട്ടും ഒക്കെ ഇങ്ങനെ വിവേചിക്കുന്നതിനാണ് ഈ വംശീയ വിവേചനം എന്ന് പറയുന്നത്, അഥവാ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കവിത ഒരു സാധാരണ ഒരു കവിത പോലെയല്ല ഹിറോമി ഗോട്ടോ എഴുതിയിട്ടുള്ളത്. ഇതിൽ ഒരുപാട് സിമ്പിൾസും ജപ്പാനീസ് സിമ്പിൾസും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഇമേജസും പിന്നെ അതുപോലെ തന്നെ ഹിറോമി ഗോട്ടോയുടെ തന്നെ ഫോട്ടോഗ്രാഫ് തന്നെ ഇതിൽ ഈ പോയത്തിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയത്തിനെ വെൻഡി ഗേ പിയേഴ്സൺ എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്ക് ഈ കവിതയെ ഹൈബ്രിഡ് കവിത എന്ന് പ്രശംസിച്ചിട്ടുണ്ട്. അതായത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷും ജപ്പാനീസും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, വേർഡ്സും ഇമേജസും ഒക്കെ വെച്ചിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഹൈബ്രിഡ് കവിത എന്നാണ് വെൻഡി ഗേ പിയേഴ്സൺ പ്രശംസിച്ചത്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഹിറോമി ഗോട്ടോ. ഈ ഹിറോമി ഗോട്ടോ ഈ ഫോട്ടോയാണ് ഈ കവിതയിൽ ചേർത്തിയിട്ടുള്ളത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറോമി ഗോട്ടോ വളരെയധികം സന്തോഷവതിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഹിറോമി ഗോട്ടോയിലുള്ള അവരുടെ വംശവും അവരുടെ കളറും അവരുടെ സ്കിന്നും എല്ലാം അവർ അതിൽ ഹാപ്പിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പോയത്തിൽ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വായനക്കാരന് ഈ കവിത തുറക്കുമ്പോൾ ആദ്യം തന്നെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തിരിക്കുന്ന പാറ്റേൺസും സിമ്പിൾസും ഇമേജസും ഫോട്ടോസും ഇതൊക്കെ കണ്ടിട്ടാണ്. കാരണം ഇത് തന്നെ ഒരു പ്രത്യേകതര രീതിയിലാണ് ഈ പോയം നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. പോയത്തിൻ്റെ ആദ്യത്തെ സ്റ്റാൻസയിൽ തന്നെ ഹിറോമി പറയുകയാണ്, എൻ്റെ ശരീരത്തിന് എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോസ്റ്റ്യൂം മാതിരി അഥവാ ഒരു ഡ്രസ്സ് പോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ അവരുടെ ജപ്പാനീസ് കണ്ണിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അവരുടെ കണ്ണുകളിൽ കാണുന്നത് ഇതിൽ ഫോട്ടോയിൽ കാണുന്നത് പോലെ പീലികൾ കുറവായിരിക്കും. അവർക്ക് സിംഗിൾ ഫോൾഡ് എന്ന് പറയുന്ന മാതിരി ഐലിഡ് കുറവായിരിക്കും. ജപ്പാനികളുടെ കണ്ണിന് മൊത്തത്തിൽ ഒരു ചെരിവുണ്ടാവും. അപ്പോൾ ആ ചെരിവിനെ കുറിച്ചിട്ടും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വെള്ളക്കാർ ഇവരെ കളിയാക്കി പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പോയിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ നന്നായി കാണാൻ കഴിയും, സ്ട്രെയിറ്റ് ആയിട്ട് എനിക്ക് കാണാൻ കഴിയും. അതായത് ഇവിടെ കണ്ണിനെ മാത്രമല്ല ആ കാഴ്ചപ്പാടിനെയും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ഈ കാണാൻ കഴിയും എന്നാണ് ഇവിടെ ഹിറോമി ഗോട്ടോ പറയണത്. അതുപോലെ തന്നെ ഹിറോമി ഗോട്ടോ ഇവരോട് ചോദിക്കുകയാണ്, ശരിക്കും കണ്ണിൻ്റെ പ്രശ്നം നിങ്ങളുടേതാണ് അഥവാ അവരുടെ കാഴ്ചപ്പാടിനാണ് പ്രശ്നങ്ങൾ എന്നാണ് ഹിറോമി ഗോട്ടോ പറയണത്. അങ്ങനെ വെള്ളക്കാർ ഈ ഒരു സ്ട്രെയിറ്റ് കണ്ണും സ്ലാൻഡ് ആയിട്ടുള്ള കണ്ണിനെയും വെച്ചിട്ടുള്ള വിവേചനത്തോടു കൂടിയിട്ടാണ് ജപ്പാനികളെ കളിയാക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് പോകാം. രണ്ടാമത്തെ സ്റ്റാൻസയിൽ കൾച്ചറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹിറോമി ഗോട്ടോ പറയുകയാണ്, അവർ ധരിക്കുന്നതും അവർ കഴിക്കുന്നതും എല്ലാം അവരുടെ കൾച്ചർ ത്രൂ ആണ് അവരെല്ലാം ചെയ്യുന്നത്. അവർ ഉറങ്ങുന്നത് പോലും അവരുടെ കൾച്ചർ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ വെള്ളക്കാർ അവരുടെ കൾച്ചറിനെയും കളിയാക്കുകയാണ്, അബ്യൂസ് ചെയ്യുകയാണ്. അവരുടെ ഓറിയൻ്റ് കമ്മ്യൂണിറ്റി അവരെക്കുറിച്ചിട്ടുള്ള അവരുടെ സംസ്കാരങ്ങളെയും കുറിച്ചും ഈ വെള്ളക്കാരെന്ത് ചെയ്യുകയാണ്, അവരെ കളിയാക്കുകയും അതിൽ വെച്ചിട്ടും അവരോട് വിവേചനം കാണിക്കുകയാണ്. പക്ഷേ ഹിറോമി ഗോട്ടോ അവരെ എല്ലാം തള്ളിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ പൊളിറ്റിക്സ് നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി എന്നാണ് ഹിറോമി ഗോട്ടോ അവരോട് പറയണത്. പിന്നെ അതുപോലെ തന്നെ ഹിറോമി പറയുകയാണ് എക്സാക്ടോ നൈഫിനെ കുറിച്ചിട്ട്. അതായത് ഈ ജപ്പാനികൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഡബിൾ ഐലിഡ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് സർജറിയും എല്ലാം ചെയ്യും. പക്ഷേ എന്തുകൊണ്ട് കാര്യം, ഈ വെള്ളക്കാരെ പോലെ ആയിട്ട് അതൊരിക്കലും ഒരു നാച്ചുറൽ ഷേപ്പ് തരില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഹിറോമി പറയുന്നത് കളറിനെ കുറിച്ചാണ്. കളറാണല്ലോ ഇവിടെ നമ്മുടെ വംശീയ വിവേചനത്തിന് ഉപയോഗിക്കുന്ന ഒരു സംഭവം. അത് വെച്ചിട്ടാണല്ലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിവേചനം ചെയ്യുന്നത്. ഹിറോമി ചോദിക്കുകയാണ്, വെള്ള ഒരു കളറാണോ?
നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് വെള്ള എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ ഹിറോമി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് നമുക്ക് തന്നെ എന്ത് വേണം, നമ്മൾ തന്നെ പ്രൗഡായിരിക്കണം, നമ്മൾ സെൽഫ് അസേർട്ട് ആയിരിക്കണം. അങ്ങനെയേ നമ്മൾക്ക് ഇതിനെയൊക്കെ എന്ത് ചെയ്യുള്ളൂ, തുരത്തി കളയാൻ പറ്റുകയുള്ളൂ എന്നാണ് ഹിറോമി പറയുന്നത്. പിന്നെ ഹിറോമി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളക്കാർ ഏഷ്യക്കാരെക്കുറിച്ചും ജപ്പാനീസിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ അവർ വാർത്ത് വെച്ച് ചിന്തിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഹിറോമി പറയുന്നത്. വെള്ളക്കാർ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യണം, അവരുടെ ജപ്പാനീസ് ട്രഡീഷണൽ ഡ്രസ്സായ കിമോണോ, ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ കിമോണോ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നടക്കണം. പിന്നെ അതുപോലെ തന്നെ സെന്നും ബുദ്ധിസവും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നടക്കണം. പിന്നെ അതേപോലെ തന്നെ അവരുടെ ഒരു ആചാരമുണ്ട്, ഹരാക്കിറി എന്ന് പറഞ്ഞിട്ട്, അതായത് വയറ് മുറിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ആചാരമാണ്. അത് ചെയ്തുകൊണ്ട് നടക്കണം. പിന്നെ എക്സോട്ടിക് അവരെ സെക്സിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്ത് നടക്കണം എന്ന ചിന്തയാണ് ഈ വെള്ളക്കാർക്ക് ഈ ജപ്പാനീസിനെ കുറിച്ചും ഏഷ്യക്കാരെ കുറിച്ചും ഉള്ളത്. പിന്നെ ആളുകൾ ഹിറോമിനോട് ചോദിക്കും എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോയട്രി എഴുതുമെന്ന് പറയുമ്പോൾ അവരുടനെ പറയുന്നത് ഹൈക്കു എഴുതാനാണ്. ഹൈക്കു എന്ന് പറഞ്ഞാൽ ജപ്പാനിലുള്ള തരം പോയട്രിയാണ്. അപ്പോൾ അവർക്ക് ഹൈക്കു ആണ് കേൾക്കുന്നത്. അപ്പോൾ ഈ പോയട്രിയിലും ഒരു ഭാഷാ വ്യത്യാസമുണ്ടല്ലോ, അതും നോട്ടീസബിൾ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഹിറോമി ഗോട്ടോക്ക് ഏറ്റവും സന്തോഷം വരുന്നത് കനേഡിയൻ ഭാഷയിൽ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചും റൊമാൻസിനെ കുറിച്ചും കൂടുതൽ എഴുതാനാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ആ ചോയ്സ് ഇവിടെ ഇല്ലല്ലോ. ഇവിടെ സ്ഥാനമാനമെല്ലാം ആർക്കാണ്, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്, അല്ലാതെ ഇമിഗ്രൻ്റ് കമ്മ്യൂണിറ്റിക്കല്ല. അതായത് ഇവരെ പോലത്തെ കുടിയേറി പാർത്ത കമ്മ്യൂണിറ്റിക്കല്ലല്ലോ ഇവിടെ പ്രാധാന്യമുള്ളതെന്നാണ് ഹിറോമി പറയുന്നത്. പിന്നെ ഈ പോയത്തിൽ ഹിറോമി ഒരു പഴത്തിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. പഴത്തിൽ പകുതി സിബ് തുറന്നിരിക്കുന്ന ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ആ ഇമേജ് കൊണ്ട് ഹിറോമി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് എൻ്റെ തൊലിയെ എന്ത് ചെയ്യാൻ കഴിയില്ല, വലിച്ചൂരി കളയാൻ കഴിയില്ല എന്നാണ് ഹിറോമി ഇവിടെ പറയുന്നത്. എന്നിട്ട് വേറൊരു തൊലിയിലേക്ക് എനിക്ക് മാറാൻ കഴിയില്ല എന്നാണ് ഹിറോമി ഇവിടെ പറയുന്നത്. മാത്രമല്ല എൻ്റെ തൊലിയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, ഏതുവരെ ആരെങ്കിലും എന്നെ ഒന്നിങ്ങനെ തോണ്ടുന്നത് വരെ, അതായത് അതുമേ ഒരു അഭിപ്രായം പറയുന്നത് വരെ എനിക്ക് എന്തില്ല, ഞാൻ അതിൽ ഹാപ്പിയാണ് എന്നാണ് ഹിറോമി പറയുന്നത്. മാത്രമല്ല എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു കൾച്ചർ ഉണ്ടെന്നും ഹിറോമി പറയുന്നുണ്ട്. അത് എന്നിൽ നിന്ന് തന്നെയാണ് അതുണ്ടാവുന്നത് എന്നും അത് എൻ്റെ സ്വന്തമാണെന്നും ആണ് ഹിറോമി ഇവിടെ പറയുന്നത്. അതെൻ്റെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഹിറോമി പറയുന്നത്. അവസാനം ഹിറോമി ഈ പോയം അവസാനിപ്പിക്കുകയാണ് എന്ത് പറഞ്ഞിട്ട്, മൈ ഹെൽത്ത്, മൈ ബോഡി, മൈ പൊളിറ്റിക്. അതായത് എൻ്റെ ആരോഗ്യം, എൻ്റെ ശരീരം, എൻ്റെ വിവേകം എന്നാണ് ഹിറോമി പറയുന്നത്. ഹിറോമി ഈ പോയം അവസാനിപ്പിക്കുന്നത് ഒരു വിൻഡിക്കേഷൻ ടോൺ കൊടുത്തിട്ടാണ്. അതായത് വാദിച്ച് ഉറപ്പ് വരുത്തുകയാണ് എന്തെന്ന്, ദാറ്റ് ഐ ആം ഹാപ്പി, എൻ്റെ സ്കിന്നിൽ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ബോഡിയിൽ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ കൾച്ചറിൽ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ സ്ലാൻഡ് ആയിട്ടുള്ള കണ്ണിൽ ഞാൻ ഹാപ്പിയാണ് എന്നെല്ലാം പറഞ്ഞ് വാദിച്ച് ഉറപ്പ് വരുത്തുകയാണ് ഈ പോയത്തിലൊരു ടോണുള്ളത്. ഇതെപ്പോഴും അവളുടെ ശരീരത്തിലും അവളുടെ മനസ്സിലും എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഹിറോമി ഗോട്ടോ ഈ പോയം അവസാനിപ്പിക്കുന്നത്. എല്ലാവർക്കും ഈ കവിത മനസ്സിലായെങ്കിൽ, നിങ്ങൾക്കിത് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്തിടണം, പിന്നെ ആവശ്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്